രാജ്യത്തെ താങ്ങി നിർത്തുന്നത് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളെന്ന കണക്കുകൾ. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കാര്യമായ സംഭാവന നടത്തുന്നതും. CPM അടുത്തിടെ നടത്തിയ പഠനത്തിൽ സാമ്പത്തിക ചലനാത്മകതയിലെ ഈ മാറ്റം വിലയിരുത്തുന്നുണ്ട്. കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങൾ ഇപ്പോൾ രാജ്യത്തിന്റെ GDPയിൽ ഗണ്യമായ 30% സംഭാവന ചെയ്യുന്നതായി പഠനം ചൂണ്ടിക്കാട്ടുന്നു. ഇത് മുൻകാലങ്ങളിൽ നിന്ന് ഗണ്യമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിലെ ഒരു ശക്തി കേന്ദ്രമായിരുന്ന പശ്ചിമ ബംഗാളിന്റെ 1960 മുതൽ 61 വരെയുള്ള GDP വിഹിതം 10.5% എന്നാൽ ഇത് 5.6% മാത്രമാണിപ്പോൾ. സംസ്ഥാനത്തിന്റെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ 127.5% നിന്ന് വെറും 83.7% കുറഞ്ഞു. ഇത് രാജസ്ഥാൻ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് താഴെയാണ്. അതേസമയം 1990കളുടെ തുടക്കത്തിൽ അവതരിപ്പിച്ച സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ പ്രയോജനകരമായ ഫലങ്ങളുടെ തെളിവാണ് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഉയർച്ച. പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ തുടക്കത്തിൽ ദേശീയ ശരാശരിയേക്കാൾ പിന്നിലായിരുന്ന ഈ സംസ്ഥാനങ്ങൾ അതിവേഗ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും മുന്നോട്ട് കുതിക്കുകയും ചെയ്തിട്ടുണ്ട്. 2024 മാർച്ചോടെ ഈ സംസ്ഥാനങ്ങളുടെ മൊത്തത്തിലുള്ള GDP സംഭാവന 30%-ലെത്തി. കർണാടകയുടെ സാങ്കേതിക വളർച്ചയും തമിഴ്നാടിന്റെ വ്യാവസായിക മുന്നേറ്റവും ഈ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. 2014 രൂപീകരിച്ച ഏറ്റവും പുതിയ സംസ്ഥാനമായിട്ടും തെലങ്കാന ദേശീയ സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന സംഭാവനയായി മാറിക്കഴിഞ്ഞു. കർണാടകയുടെ സാങ്കേതിക വളർച്ചയും തമിഴ്നാടിന്റെ വ്യാവസായിക മുന്നേറ്റവും ഈ വളർച്ചാകഥയിൽ നിർണായക പങ്കുവഹിച്ചു. 2014 രൂപീകരിച്ച ഏറ്റവും പുതിയ സംസ്ഥാനമായിട്ടും തെലങ്കാന ദേശീയ സമ്പദ്വ്യവസ്ഥയിൽ ഒരു പ്രധാന സംഭാവനയായി മാറിയിരിക്കുന്നു. പഞ്ചാബിന്റെ പ്രതിശീർഷ വരുമാനം 1971-ലെ 169%-ൽ നിന്ന് ദേശീയ ശരാശരിയുടെ 106%-ആയി കുറഞ്ഞു. ഹരിയാനയുടെ ആളോഹരി വരുമാനം 176.8 ഉയർന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ GDP സംഭാവന നൽകുന്ന മഹാരാഷ്ട്രയുടെ വിഹിതം അടുത്തിടെ 15%-ൽ നിന്ന് 13.3%-ആയി കുറഞ്ഞു. 2024 പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയുടെ 150.7%-ആയി ഉയർന്നാലും ഈ മെട്രിക്കിലെ ആദ്യ 5 സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയ്ക്ക് സ്ഥാനം പിടിക്കാനാകില്ല. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ദരിദ്ര സംസ്ഥാനങ്ങളിലേക്കും വെളിച്ചം വീശുന്നു. ഉത്തർപ്രദേശിന്റെ GDP സംഭാവന 1960-61-ൽ 14%-ആയിരുന്നു. അതിപ്പോൾ 9.5%-ആയി കുറഞ്ഞു. ബീഹാർ ദേശീയ സമ്പദ്വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യുന്നത് 4.3%-ആണ്.